Welcome to Bosco Campus Vision. I am Mumtaz, Assistant Professor in Hindi, Don Bosco College, Kottayam. Dear students, today's topic is the poem Akal और उसके बाद written by Nagarjun. नागार्जुन जीवन परिचय. नागार्जुन का असली नाम वैद्यनाथ मिश्र है. उनका जन्म 1911 को तरौनी के एक दरिद्र ब्राह्मण परिवार में हुआ. वैद्यनाथ का बचपन अफवाहों में ही व्यतीत हुआ, लेकिन पढ़ने लिखने में वो शुरू से ही तेज थे. इन्होंने संस्कृत में शास्त्री की उपाधि प्राप्त की थी. 18 वर्ष की उम्र में उनका विवाह हुआ था. नागार्जुन बनारस से निकलकर लंका पहुंचे और बौद्ध धर्म की दीक्षा ली. वह 1938 में लंका से वो बिहार वापस आए. उन्होंने चंपारण के किसान आंदोलन में भाग लिया था. 1978 के दौरान जयप्रकाश नारायण द्वारा संचालित आंदोलन में खुलकर भाग लिया. इस कारण आपातकाल की घोषणा के पहले ही इनकी गिरफ्तारी हुई और काफी समय जेल में रहे. उनका निधन 5 नवंबर 1998 में हुआ था. നാഗാർജുന്റെ യഥാർത്ഥ പേര് വൈദ്യനാഥൻ മിശ്ര എന്നാണ്. 1911 തരൗനിയിലെ ഒരു ദരിദ്ര ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഇല്ലായ്മ നിറഞ്ഞ തൻ്റെ ജീവിതത്തിനിടയിലും അദ്ദേഹം പഠനത്തിൽ വളരെ മികവ് കാണിച്ചിരുന്നു. 18-ാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹം. ശേഷം അദ്ദേഹം ബനാറസിൽ നിന്നും ലങ്കയിലേക്ക് വന്ന് ബൗദ്ധമതം സ്വീകരിച്ചു. 1978 അദ്ദേഹം ജയപ്രകാശ് നാരായണനുമായിട്ട് ചേർന്നുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് എതിരെ സംഘടിപ്പിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുകയും തന്മൂലം അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. 1998 നവംബർ 5 അദ്ദേഹം അന്തരിച്ചത്. नागार्जुन जन चेतना जागृत करने वाले क्रांतिकारी कवि है. अकाल और उसके बाद की दयनीय स्थिति और परिस्थिति का वो यथार्थवादी धरातल पर चित्रांकन करते हैं. गरीबी से पीड़ित फूकी जनता कई दिनों तक चूल्हा नहीं जला पाती, क्योंकि घर में खाने को अनाज उपलब्ध नहीं है. घोर अकाल पड़ा है, इसीलिए चूल्हा कई दिनों तक रोता रहा और अनाज के अभाव में चक्की उदास खिन्न अवस्था में है, क्योंकि पिसने के लिए कुछ भी तो नहीं है. चूल्हा और चक्की काली पड़े हैं, सक्रिय अवस्था में नहीं है, इसीलिए कानी कुतिया ने अपना डेरा वहीं डाल दी है. छिपकलियां दीवार पर दौड़ती रही तथा उन्हें भी घर में कुछ खाने को नहीं मिला. चूहे भी फूक से आगुल व्यागुल होकर काले घर में दौड़ते रहे, क्योंकि बहुत बड़ा अकाल पड़ा है. അകാൽ और उसके बाद എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൃതിയിൽ ക്ഷാമത്തിനു മുമ്പും ശേഷവുമുള്ള അവസ്ഥയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റത്തെ അവസ്ഥയാണ് നമുക്ക് ആദ്യം കവി വിവരിക്കുന്നത്. ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് വലഞ്ഞ ജനങ്ങൾ ഒരുപാട് നാളായിട്ട് അവർക്ക് അവരുടെ വീട്ടിൽ അടുപ്പ് പുകയുന്നില്ല. കാരണം വീട്ടിൽ ഒരു മണി അരി പോലും ഇല്ല. ധാന്യം അരയ്ക്കാനും പൊടിക്കാനുമുള്ള ആ ഒരു കല്ലുമെല്ലാം വളരെ വിഷമത്തിലിരിക്കുകയാണ്. അടുപ്പും ആ കല്ലുമെല്ലാം നിർജീവമായിരിക്കുന്നു. ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയ പട്ടി അഭയം പ്രാപിച്ചിരിക്കുന്നു. വീട്ടിലെ പല്ലിയും എലിയും ഉൾപ്പെടെയുള്ള അന്തേവാസികൾ ദാരിദ്ര്യവും വിശപ്പും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. വിശപ്പിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ദയനീയ ചിത്രം നാഗാർജുൻ്റെ കവിതകൾ ശക്തമായി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. कवि नागार्जुन की कविता में फूक और गरीबी का मार्मिक चित्रण हुआ है. ऐसा संवेदनात्मक चित्रण अन्यत्र दुर्लभ है. अकाल समाप्त होते ही सब कुछ सामान्य हो गया. कर्फ के लोगों की आंखें चमक उड़ी, क्योंकि घर में अनाज के दाने आ गए. भोजन बनने लगा, आंगन में धुआं उड़ने लगा, अदर चूल्हा जलने लगा. कौवे फिर रोटी की तलाश और आस पे मकान पर आकर अपने पंखों को फटफटाते हुए नजर आने लगे. कवि ने निराशा की भावना को आशावादी जीवन दृष्टि में अंत में परिणत कर दिया है. वह
पाठकों को घोर निराशा से निकालकर आशा के धरातल पर अधिष्ठित करता है। नागार्जुन के जनवादी कवि की यह अनुपम उपलब्धि कही जा सकती है. ഈ ഒരു ഫാമിൻ കഴിയുന്നതോടുകൂടി ആ ഒരു വീട് വീണ്ടും ഒരു സജീവ അവസ്ഥയിലേക്ക് വരുന്നത് കവി വർണ്ണിച്ചിരിക്കുന്നു. വീട്ടിലുള്ളവരുടെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. കാരണം വീട്ടിൽ അരിമണികൾ വന്നിരിക്കുന്നു. ആഹാരമുണ്ടാക്കാൻ തുടങ്ങുന്നു. വീട്ടിലെ അടുക്കളയിൽ പുക ഉയരുന്നു. കാരണം അടുപ്പ് കത്തുന്നു. കാക്കകളാണെങ്കിൽ അടുത്തുള്ള കെട്ടിടങ്ങളിലെല്ലാം വന്നിരുന്നു കൊണ്ട് ചിറകിട്ടടിക്കുന്നതും വിളിക്കുന്നതുമായിട്ടുള്ള ജീവസുറ്റ ചിത്രം ആണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുക. ഇതിലൂടെ കവി നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്ക് കവിതയെ വഴിതിരിച്ചു വിടുകയാണ്. നാഗാർജുൻ എന്ന ജനകീയ കവിയുടെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നാണിത്. जो जनवादी विचारधारा के अग्रगण्य कवि है, वो जीवन के सशक्त वक्ता और वैसे ही सशक्त काव्य सर्जक है. उन्होंने सर्वहारा वर्ग को अपने काव्य का विषय बनाया है. उनकी कविता में आम आदमी की पीड़ा, भूख, गरीबी, बेरोजगारी आदि का चित्रांकन प्रमुखता से हुआ है. वो लोक जीवन के कवि है. सबसे तीखा व्यंग्य नागार्जुन की कविता में ही मिलता है. നാഗാർജുൻ തികച്ചും ഒരു ജനകീയ കവി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ സാധാരണക്കാർ അനുഭവിക്കുന്ന വിഷമങ്ങൾ, അവരുടെ ദുരിതങ്ങൾ, പട്ടിണി, വിശപ്പ്, തൊഴിലില്ലായ്മ, ഇങ്ങനെയുള്ള എല്ലാ തരം പ്രശ്നങ്ങളെയും ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ശക്തമായ വ്യംഗ്യ ആവിഷ്കാരവും അദ്ദേഹത്തിൻ്റെ കവിതകളുടെ മറ്റൊരു പ്രത്യേകതയാണ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.